ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നോട് കുറച്ച് പേര് ചോദിച്ചു വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, വ്ളോഗ്സ് എവിടെയെന്നൊക്കെ. അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്നുള്ള പോലെ കഴിഞ്ഞ വർഷം പോയൊരു ട്രിപ്പ് വീഡിയോ ഇത്തവണ കാണിക്കാം. വേറെ എങ്ങോട്ടേക്കുമല്ല, നമ്മുടെ സ്വന്തം പുതുച്ചേരി അഥവാ പോണ്ടിച്ചേരി. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു അടിപൊളി ബൈക്ക് റൈഡാണ് പോയത്. ഫ്രം കൊച്ചി ടു കോയമ്പത്തൂർ, ദെൻ സ്ട്രെയിറ്റ് ടു പോണ്ടി വയ കൊല്ലി ഹിൽസ്. ട്രിപ്പിന് മുമ്പ് നമുക്ക് ഗ്യാങ്ങിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇതാണ് ഞങ്ങളുടെ അമൽ മോൻ. ഇവനാണ് നമ്മുടെ ട്രിപ്പിലെ താരം. ഇത് ശബനം, ഹസ്ബൻഡ് മിഥിലാജ്, നമ്മുടെ സ്വന്തം V3 കിഡ്സ്. അനദർ ഡൊമിന വടി, യെസ്, ഷിജു ആൻഡ് വൈഫ് ആദിത്യ. ഇതാണ് ആ അലഞ്ഞു തിരിയുന്ന ആത്മാവ്, ടിമിൽ. ഇവനാണ് എൻ്റെ റൈഡിംഗ് പാർട്ട്ണർ. നമ്മൾ മോർണിംഗ് കോയമ്പത്തൂർ എത്തി. ദെൻ വി ഹെഡഡ് സ്ട്രെയിറ്റ് ടു കൊല്ലി ഹിൽസ്. ദി ഐക്കോണിക് 70 ഹെയർ പിൻ ബെൻഡ്സ് ഓഫ് കൊല്ലി ഹിൽസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപകടകരമായ ഹെയർ പിൻ ബെൻഡുകൾ. ദാറ്റ്സ് വെരി ട്രൂ. നമ്മളത് കംപ്ലീറ്റ് ചെയ്തു എലോങ് വിത്ത് സം ഇൻസിഡൻസ്. ബൈക്ക് റൈഡേഴ്സിൻ്റെ വൺ ഓഫ് ദ ബക്കറ്റ് ലിസ്റ്റ് പ്ലേസ് ആണ് കൊല്ലി ഹിൽസ്, അഥവാ ദ മൗണ്ടെയിൻ ഓഫ് ഡെത്ത്. 9 ഹെയർ പിൻ ബെൻഡുകൾ മാത്രമുള്ള നമ്മുടെ താമരശ്ശേരി ചുരം കൊല്ലി ഹിൽസിൻ്റെ മുൻപിൽ വളരെ ചെറുതാണ്. എന്തുകൊണ്ടാണ് കൊല്ലി ഹിൽസ് ഇത്ര ഡേഞ്ചറസ് ആയത്? റൈഡേഴ്സിന് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് കൊല്ലി ഹിൽസിൻ്റെ സ്റ്റീപ്പ് ഗ്രേഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ റോഡ്സ് ആർ വെരി നാരോ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നാവിഗേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള 70 ഹെയർ പിൻ ബെൻഡുകൾ. ഓൾ ദീസ് മെയ്ഡ് ദ ട്രാവൽ എ ലിറ്റിൽ ബിറ്റ് റിസ്കി. പക്ഷേ എന്നിരുന്നാലും ചുരം കയറുമ്പോൾ ഒരു ഫീലൊന്ന് വേറെ തന്നെയാണ്. തണുത്ത കാറ്റും കോടയും. അതുമാത്രമല്ല, നമ്മളെപ്പോലെ ഒരുപാട് ഗാങ് റൈഡേഴ്സിനെ നമുക്കവിടെ കാണാൻ പറ്റി. കണ്ടിന്യൂസ് ജേർണി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ആൻഡ് വി പുൾഡ് ഓവർ അറ്റ് എ ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ്. ഗേൾസിനെ കൊണ്ട് റൈഡ് പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് ഇവന്മാർ പറയുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, വി നീഡ് ഫുഡ് എവറി ടൈം. അങ്ങനെ ഞങ്ങളുടെ റെസ്റ്റ് ടൈമിനെ ഞങ്ങളൊരു സ്നാക്ക് ടൈം ആക്കി മാറ്റി. വി ഹാഡ് എ വെരി റിലാക്സ്ഡ് ആൻഡ് ഫൺ ടൈം അൺടിൽ ഇറ്റ് ഹാപ്പൻഡ്. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അമലിൻ്റെ ഇൻ്റർസെപ്റ്റർ ഒന്ന് സ്കിഡായി. 7th or 8th ബെൻഡിലാണ് അവൻ കോർണർ ചെയ്തപ്പോൾ ഇൻ്റർസെപ്റ്ററിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് റോഡിൽ തട്ടി അവൻ സ്ലൈഡ് ചെയ്ത് കുറച്ച് മുൻപിലേക്ക് വീണു. ഫോർച്ചുനേറ്റ്ലി അവനൊന്നും പറ്റിയില്ല. ഹി ഓൺലി ഗോട്ട് സം സ്ക്രാച്ചസ് ബിക്കോസ് ഹി വാസ് ഓൺ ഹിസ് ഫുൾ ഗിയർ. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് ഡു വെയർ പ്രോപ്പർ റൈഡിംഗ് ഗിയേഴ്സ് വൈൽ ട്രാവലിംഗ്. പിന്നെ അവരെല്ലാവരും ചേർന്ന് ബൈക്ക് വലിച്ചെടുക്കുന്ന രംഗമാണിത്. കോർണർ ചെയ്യുമ്പോൾ വീഴാത്ത റൈഡേഴ്സ് ചുരുക്കമായിരിക്കും അല്ലേ? പൂക്കാല സിനിമയിൽ ജഗതി ചേട്ടൻ പറയുന്ന ഡയലോഗ് ഓർമ്മയില്ലേ? റൈഡേഴ്സ് ആകുമ്പോൾ വീഴും എഴുന്നേക്കും, വീഴും എഴുന്നേക്കും, വീഴും എഴുന്നേക്കും. അല്ലേ അമലെ? അമൽ ഈ വീഡിയോ കാണുന്നെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അമലിൻ്റെ ഗേൾഫ്രണ്ടാണ് ആ ഇൻ്റർസെപ്റ്റർ. സ്റ്റാർട്ടാവാതെ ഒന്ന് പിണങ്ങി നിന്നെങ്കിലും പിന്നെ ആളങ്ങ് ഓക്കെയായി. Anyways, we didn't stop there. With full on power, we continued our journey again. അപ്പോഴേക്കും ഈവനിങ് ആയി. കൊല്ലി ഹിൽസിൻ്റെ 70 ഹെയർ പിൻ ബെൻഡുകളും കവർ ചെയ്തിട്ട് വി സ്റ്റോപ്ഡ് ഇൻ ദ മൗണ്ടൻ ഫോർ എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് വ്യൂ. നൈറ്റിൽ മൗണ്ടൻസ് കയറുമ്പോൾ താഴെയുള്ള സിറ്റി വ്യൂ ഈസ് റിയലി മെസ്മറൈസിങ്. ഈ കാഴ്ച നിങ്ങൾ ഒട്ടുമിക്ക പേരും കണ്ടിട്ടുണ്ടാവും. ഒരു വർഷരാത്രിയിൽ നാം ഏതോ വനയാത്ര പോകുമെന്നോർത്തിയില്ല. കിഴിവാർന്നു നിന്ന മഴ മാത്രം വന്നു നിറുകിൽ തലോടി അലിവോടെ മാഞ്ഞു പോയോ. എല്ലാം ഓർമ്മകൾ മാത്രമായി. അങ്ങനെ ഏർലി മോർണിംഗ് ആയപ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റേ സെറ്റായി. വീക്കെൻഡ് ടൈമിൽ പോണ്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പ്ലീസ് ഡു ബുക്ക് ആൻഡ് സെക്യൂർ യുവർ സ്റ്റേ ബിഫോർ യു റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ. ബിക്കോസ് സ്റ്റേ തപ്പി നടന്ന് വി റിയലി ഹാഡ് എ ഡിഫിക്കൽട്ട് ടൈം ഓവർ ദേ. ബട്ട് ഫൈനലി വി ഫൗണ്ട് എ പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ട്രീ ഹൗസിനോട് സാമ്യമുള്ള പോലത്തെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അത്. ഒരു ഫുൾ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു അടിപൊളി സ്ഥലം. ഓരോവില്ലിൻ്റെ നിയർ ബൈ ആണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. പോണ്ടിയിൽ നിന്ന് നമ്മുടെ ട്രാവൽ ബഡി അഹസൻ ജോയിൻ ആയിട്ടുണ്ട് നമ്മുടെ കൂടെ. നെക്സ്റ്റ് ഞങ്ങളുടെ പ്ലാൻ പിച്ചവരം മാംഗ്രൂവ് ഫോറസ്റ്റിലേക്ക് പോകാനാണ്. ആസ് യു നോ, പിച്ചവരം കണ്ടൽക്കാടുകളാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ കണ്ടൽക്കാടുകൾ. വി ആർ സോ എക്സൈറ്റഡ് ടു സീ ദാറ്റ്. സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല. പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ നാടുവിട്ടേ കാണേറും രാമലീല. ഓരോവില്ലയിൽ നിന്നും അപ്രോക്സിമേറ്റ് 80 കിലോമീറ്ററാണ് പിച്ചവരം മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കുള്ളത്. നല്ലൊരു സ്ട്രെച്ച് റോഡ് ആയതുകൊണ്ട് തന്നെ യാത്ര അടിപൊളിയായിരുന്നു. ഹെഡ്സെറ്റിൽ പാട്ടും കേട്ട് കാറ്റും കൊണ്ട് കാഴ്ചകളും കണ്ടു പോകുന്ന ഫീലൊന്ന് വേറെയാണ്. പിച്ചവരം
ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര. വഴിയിൽ കാണുന്നവരെല്ലാം പരിചയക്കാരാണെന്നുള്ള മട്ടിലാണ് ടീമിൽ കൈ കാണിച്ചു പോകുന്നത്. പിന്നെ വഴിയെപ്പറ്റി തീരെ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആസ് യൂഷ്വൽ ഗൂഗിൾ മാപ്പ് തന്നെയായിരുന്നു ശരണം. ഇതാണ് നമ്മുടെ പിച്ചവരം മാംഗ്രൂവ് ഫോറസ്റ്റ്. തമിഴ്നാട്ടിലെ കൂടല്ലൂർ ഡിസ്ട്രിക്റ്റിൽ ചിദംബരത്തിനടുത്തുള്ള പറങ്കിപ്പേട്ടയിലെ ഒരു ഗ്രാമമാണ് പിച്ചവരം. ഇവിടെ ഒരുപാട് ഐലൻഡുകളുണ്ട്. അവയെല്ലാം കണ്ടൽക്കാടുകളാൽ ചുറ്റപ്പെട്ടിട്ടാണുള്ളത്. തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൂറിസം ഡെസ്റ്റിനേഷനാണിത്. ഡെസ്റ്റിനേഷൻ ഫ്രീ എൻട്രി ആണെങ്കിലും മാംഗ്രൂവ് ഫോറസ്റ്റ് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പാഡിൽ ബോട്ട്സിന് 150 പെർ അവറും മോട്ടോർ ബോട്ട്സിന് 1000 പെർ അവറുമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിച്ചവരം ബാക്ക് വാട്ടേഴ്സ് വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം ഒക്ടോബർ ടു ഫെബ്രുവരിയാണ്. വി വെർ ഓൺ ദ റൈറ്റ് ടൈം. നമ്മൾ ടീമായിട്ട് 2 പാഡിൽ ബോട്ട്സ് ടിക്കറ്റ് എടുത്തിറങ്ങി. എല്ലാവരും ആദ്യമായിട്ടാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് കാണാൻ പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള സൂപ്പർ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ് ഈസ് മാജിക്കൽ. ഒട്ടും എക്സാജറേറ്റ് ചെയ്യാതെ ഞാൻ കാര്യം പറയാം. നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു പീസ്ഫുൾ ആംബിയൻസ് ഉണ്ട്. ചെറിയ പക്ഷികളുടെയും വെള്ളം ഒഴുകുന്നതിൻ്റെയും കാറ്റ് വീശുന്നതിൻ്റെയും അല്ലാതെ മറ്റൊരു ശബ്ദങ്ങളും അവിടെ ഇല്ല. പിച്ചവരത്തിൻ്റെ റിയൽ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഗോ ഫോർ എ പാഡിൽ ബോട്ട് ആൻഡ് ദാറ്റ് എക്സ്പീരിയൻസ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു പിച്ചവരം മാംഗ്രൂവ് ഫോറസ്റ്റ്. ഞങ്ങൾ സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഫോട്ടോസ് എടുത്തും ആ യാത്ര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഫ്രണ്ട്സ് കൂടുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ ഫൺ ഫാക്ടർ. അതെ, ഞങ്ങളുടെ ബോട്ടുകൾ തമ്മിലുള്ള ചെറിയ കോമ്പറ്റീഷൻസും ചിരിയും കളിയുമായിട്ട് അടിപൊളിയായിരുന്നു അത്. സെൽവൻ ചേട്ടനായിരുന്നു ഞങ്ങളുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ. എക്സ്ട്രാ ഒരു 500 കൊടുത്താൽ കണ്ടൽക്കാടിൻ്റെ അധോലോകം വരെ കാണിക്കാമെന്ന് പറഞ്ഞു. വി സെഡ് യെസ്. പിന്നെ ചേട്ടൻ തുഴഞ്ഞ് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് കണ്ടൽക്കാടിൻ്റെ ഒരു തുരങ്കത്തിലേക്കായിരുന്നു. അതിമനോഹരമായ കണ്ടൽക്കാട്ടിലെ ഇടവഴികൾ അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ 1 അവർ മാംഗ്രൂവ് ഫോറസ്റ്റിലോട്ടുള്ള ചുറ്റിക്കറങ്ങലിന് ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. പിന്നെ സ്ട്രെയിറ്റ് ടു പോണ്ടിച്ചേരി വൈറ്റ് ടൗൺ. പോണ്ടിച്ചേരിയിൽ ഓൾവേസ് DJ പാർട്ടി ഉണ്ട്. ഞാൻ പറഞ്ഞതല്ല, അഹസൻ്റെ ദിവ്യവചനങ്ങളാണ്. ഇതും പറഞ്ഞവൻ ഞങ്ങളെ ആ വൈറ്റ് ടൗണിൻ്റെ ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്സിലൂടെ ഒരു 1.5 മണിക്കൂർ അങ്ങ് നടത്തിച്ചു. പിന്നെ നൈറ്റിൽ ഞങ്ങൾ പോണ്ടി ബീച്ചിലൂടെ ഒന്ന് കറങ്ങി. വെറുതെ ഒരു നടത്തം. സോ നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. സ്ട്രെയിറ്റ് ടു കൊച്ചി. ഒരുപാട് സംഭവബഹലമായ കാര്യങ്ങൾ നടന്നെങ്കിലും അധികം ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ പോയൊരു കുട്ടി ട്രാവൽ വീഡിയോ ആണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ആൻഡ് കമൻറ്റ് യുവർ ട്രാവൽ എക്സ്പീരിയൻസസ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്. Subscribe to my YouTube channel and follow me on Instagram.